നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിത്വാidyan. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷും ഒരു നോർത്ത് ഇന്ത്യൻ പറാട്ടയാണ്. എന്താ വിഭവം എന്നുള്ളത് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി കാണാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആരാന്നല്ലേ? പറയട്ടായാലും ആരാത്? ദീപ്തി കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് ദീപ്തി കുഞ്ഞ് ഇവിടെ ഉണ്ട്. നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇൻഡോ ചൈനീസ് ഡിഷ് എന്നേ പറയുള്ളൂ. എന്താണെന്ന് അറിയില്ല, ബീഫ് ചില്ലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ലാച്ച പറാട്ടയും. ലാച്ച പറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം. കുറേ വിശേഷങ്ങളുണ്ട്. നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ കുറേ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇതുണ്ടോ, ലാച്ച പറാട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊങ്ങി വന്നു. അതേപോലെ ബീഫ് ചില്ലിയുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ആദ്യം. അത് ബോയിലാകുന്ന സമയത്ത് നമുക്ക് ലാച്ച പൊറോട്ടയുടെ ഉരുളകളുണ്ടാക്കാം. നമ്മൾ ഉരുളയാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചൊന്ന് മയപ്പെടുത്തുക, എന്നിട്ട് ഉരുളകളാക്കാം. അപ്പം ബീഫിന് വലിയ ഫ്ലെയിമിൽ ഒരു വിസിലും ചെറിയ ഫ്ലെയിമിൽ ഒരു വിസിലും വന്നു. ആക്ച്വലി ചെറിയ ഫ്ലെയിമിൽ 2 വിസിലാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അതാണ് അതിൻ്റെ കണക്ക്. മാവ് ഉരുളകളാക്കി ഇനി അത് പരത്താം. പരത്തുന്നത് ദീപ്തിയായത് പരത്തുന്നത്. ദീപ്തി പരത്തും, ബാക്കി പ്രിപ്പറേഷൻ ഞാൻ ചെയ്യും. നമുക്ക് ആദ്യം നമുക്ക് ഉരുള പരത്തി ലാച്ച പൊറോട്ടയുടെ ഷേപ്പിലാക്കാം. പരത്തുന്നുണ്ടല്ലോ, വളരെ നൈസായിട്ടാണ് പരത്തുന്നത്. ആ പരത്തിയവരോട് നമുക്കിനി എണ്ണ തേച്ച് കൊടുക്കണം ഒരു സൈഡിൽ. എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ മടക്കി എടുക്കണം. ഇതുണ്ടോ, ഒരു ഇലയിങ്ങനിട്ട് നിന്നകയും വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുട്ടത്തില്ലേ, അതേപോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കണം. അപ്പോൾ നിങ്ങളിത് പരത്തുന്നത് കണ്ടില്ലേ, പരത്തി ചുരുട്ടി വെക്കുന്നത് കണ്ടല്ലോ. ഈ സമയത്തേക്ക് നിങ്ങൾ പോയിട്ട് നമ്മളിതിൻ്റെ കട്ടിങ് ഉണ്ടായിരുന്നു, മാവ് കുഴയ്ക്കുന്നുണ്ട്, ബീഫ് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കണ്ടേച്ചോ. അപ്പോഴത്തേക്ക് നമ്മളിത് ചുരുട്ടി കഴിയും. ലാച്ച പൊറോട്ട പരത്തുന്നതും ഇതേപോലെ ചുടുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഇപ്പോൾ ഈ ഒനിയനും ബാക്കിയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യുന്നതും ലാച്ച പൊറോട്ടയ്ക്ക് എങ്ങനെ കുഴച്ചതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോഴത്തേക്ക് അവിടെ ലാച്ച പൊറോട്ട പ്രിപ്പറേഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് വെക്കാം. അടുത്തായിരിക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ഇപ്രാവശ്യം കിട്ടി. എങ്ങനെ കിട്ടിയെന്നല്ലേ നിങ്ങൾ അടുത്ത ഫ്രെയിമിൽ കണ്ടു എങ്ങനെയാണ് സ്പ്രിംഗ് ഒനിയൻ നമുക്ക് കിട്ടിയെന്ന്.
കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് ഓർമ്മയുള്ളത് നമ്മൾ സ്പ്രിംഗ് ഒനിയന് വേണ്ടി തപ്പി ഓടി നടന്നു. അന്ന് തീരുമാനിച്ച ഇങ്ങനെ നടന്നു. അപ്പം പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ കുഴപ്പമില്ലല്ലോ. അടുത്ത നമ്മൾ എടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കത്തിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതും നമ്മുടെ ഉള്ളി അരിഞ്ഞ പോലെ തന്നെ ഡൈസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഉള്ളി അരിഞ്ഞു, സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞു, ക്യാപ്സിക്കം അരിഞ്ഞു. ഇനി അടുത്തത് അരിയുന്നത് ഇഞ്ചിയാണ്. നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. നമുക്കിനി വെളുത്തുള്ളി ചോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ചില്ലി ബീഫ് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അങ്ങനെ ബീഫിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതിനെ ബോയിൽ ചെയ്തെടുക്കും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ലാച്ച പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടല്ലേ, അതിൻ്റെ മാവ് കുഴയ്ക്കുന്നതാണ്. മൈദയിലാണ് ചെയ്യുന്നത്. മൈദ മാവിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് വെള്ളം ഒഴിച്ച് കഴിക്കേണ്ടത്. നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചത് കണ്ടല്ലോ. ഇനി ഇതിനെ മയപ്പെടുത്തി എടുക്കാനായിട്ട് വീണ്ടും വെജിറ്റബിൾ ഓയിലാണ് കുഴയ്ക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ എണ്ണ ചേർത്ത് കുഴച്ച് മയപ്പെടുത്തിയെടുത്തു. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് സെറ്റായിട്ട് വേണം നമ്മളിത് പരത്തി ലച്ച പറാട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ. ഒന്ന് അരമണിക്കൂർ ഇരിക്കുന്ന സമയത്തേക്കാണെങ്കിൽ പുറത്ത് ഇത്തിരി ഓയിലും കൂടെ പുരട്ടി കൊടുത്ത് ഇരുന്ന് സെറ്റാവട്ടെ. ഇങ്ങനെ അരമണിക്കൂർ ഇരുന്ന് സെറ്റായതാണ് നമ്മളിപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്ന പറാട്ടയുടെ മാവ്. അപ്പോൾ ബീഫ് വെന്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ എയർ നമുക്ക് പോയിട്ടുണ്ട്. അത് തുറക്കാം. നിങ്ങളതിൻ്റെ മാരിനേഷനും എല്ലാം കണ്ടായിരുന്നല്ലോ അല്ലേ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. പരാട്ട ഉണ്ടാക്കാനായിട്ടുള്ള വലിയൊരു കല്ല് വെച്ചു. അതേപോലെ തന്നെ ചില്ലി ബീഫിനുള്ള പാത്രം വെച്ചു. ആ ചില്ലി ബീഫിന് ആദ്യം നമുക്ക് ഒനിയനും ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒനിയനില്ലേ, സവാളയില്ലേ, അതൊന്ന് ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ കോരി മാറ്റുക ചെയ്യുന്നത്. നമ്മൾ അടുത്ത് ആ എണ്ണയിലോട്ട് തന്നെ ക്യാപ്സിക്കം കൂടെ ഇട്ട് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് നമുക്ക്
ലാച്ച പൊറോട്ടയില്ല, അതൊന്ന് പരത്തി ചുടാനായിട്ട് ഇടാം. ഒരു സൈഡ് വെന്ത്, അപ്പോൾ നമുക്കതിനെ തിരിച്ചിടാം. തിരിച്ചിട്ടതിനകത്തോട്ട് കുറച്ച് ഇതേപോലെ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം എന്താണ് ജസ്റ്റ് ഒന്ന് വഴന്നു. നമുക്ക് ഇതിനെയും കോരി മാറ്റാം. നമ്മൾ ആദ്യത്തെ സെറ്റ് പൊറോട്ട എടുക്കുകയാണ്. ഇനി നമുക്ക് ചില്ലി ബീഫിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ കൂടെ ചെയ്യാം. അതിലേക്ക് നമ്മൾ ആ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇതിനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്യുന്നതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്യണം. ഈ ബീഫിനെ ഒന്ന് ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും അതിലോട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കാം. അതിലേക്ക് റെഡ് ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യണം. ചോക്ക് വാട്ടറില്ലേ, ബീഫ് വേവിച്ച വെള്ളം അതും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, ക്യാപ്സിക്കം ആഡ് ചെയ്തു. അടുത്ത് ഒനിയൻ, നമ്മളതിലേക്ക് കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കി. ഗ്രേവി തിക്കനായി. നമുക്കത് ഓഫ് ചെയ്യാം. ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്യാം. പൊറോട്ടയും കൂടെ വെന്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് ചില്ലി, ട്രിവാൻഡ്രത്ത് ബീഫ് ചില്ലിക്ക് ഫേമസ് ആയിട്ടൊരു കടയുണ്ട്. അതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. ദീപ്തി മാത്രമല്ല കേട്ടോ, 2 പേരുടെ ഉണ്ട് വേറെ ഗസ്റ്റായിട്ട്. നമുക്ക് ആദ്യം അവിടെ കൊടുക്കാം. ലാച്ച പൊറോട്ട നമ്മുടെ ഒരു കേരള പൊറോട്ട കണ്ടാൽ തോന്നും. പക്ഷെ എന്നാലും ഇതിൻ്റെ ലേസ് കണ്ടല്ലോ, നമ്മുടെ ഇത് നമ്മൾ അടിച്ച് പരത്തിയിലെടുക്കുന്നത്. ഇത് കണ്ട ഇങ്ങനെ ലേസായിട്ട് കിട്ടും ആ മുടക്കുന്നതിൻ്റെ. ഇങ്ങനെയുണ്ട് രീതി. സൂപ്പർ സാധനം, നല്ല പൊറോട്ട എനിക്ക് ഇഷ്ടമല്ലാത്ത ഇതായിരുന്നു. പക്ഷേ ഇത് നല്ല സോഫ്റ്റും ബട്ടറിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല ചില്ലി ബീഫും ഒക്കെ നല്ല കലക്കനായിട്ടുണ്ട്. എല്ലാം കേട്ടല്ലോ അല്ലേ? കഴിക്കണേ നന്ദുക്കുട്ടാ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വിഭവമായി വരുന്ന വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.